റബ്ബർ വില ഉയർത്തിയാൽ ബിജെപിക്ക് വോട്ട് ചെയ്യുമെന്ന വാഗ്ദാനവുമായി തലശ്ശേരി ആർച്ച് ബിഷപ്പ്. റബ്ബർ വില 300 രൂപയാക്കിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയെ സഹായിക്കാമെന്നും കേരളത്തിൽ നിന്ന് MP ഇല്ല എന്ന വിഷമം കുടിയേറ്റ ജനത പരിഹരിക്കുമെന്നും ജോസഫ് പാംപ്ലാനി പറഞ്ഞു. ഇന്നലെ നടത്തിയ പ്രസംഗം രാഷ്ട്രീയ ചർച്ചയായ ശേഷവും ആർച്ച് ബിഷപ്പ് നിലപാട് ആവർത്തിച്ചു. റബ്ബർ വിലയിടിവിൽ കോൺഗ്രസിനെയും CPM-നെയും ആർച്ച് ബിഷപ്പ് വിമർശിച്ചു. നമുക്ക് കേന്ദ്ര സർക്കാരിനോട് പറയാം, നിങ്ങളുടെ പാർട്ടി ഏതുമായിക്കോട്ടെ, ഞങ്ങൾ നിങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിക്കാം. നിങ്ങൾ റബ്ബറിന്റെ വില 300 രൂപയായി പ്രഖ്യാപിച്ച് ആ റബ്ബർ കർഷകനിൽ നിന്ന് എടുക്കുക. നിങ്ങൾക്ക് ഒരു MP-യും ഇല്ല എന്നുള്ള വിഷമം ഈ കുടിയേറ്റ ജനത മാറ്റിത്തരാം. കണ്ണൂരിലെ മലയോര മേഖലയായ ആലക്കോട് കത്തോലിക്ക കോൺഗ്രസിന്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തായിരുന്നു ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയുടെ BJP അനുകൂല പ്രസ്താവന. പ്രസംഗം രാഷ്ട്രീയ ചർച്ചയായതിനു പിന്നാലെ വീണ്ടും മാധ്യമങ്ങളെ കണ്ട ആർച്ച് ബിഷപ്പ് നിലപാടിൽ ഉറച്ചുനിന്നു. BJP-യുമായി സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യമില്ലെന്നും രാജ്യം ഭരിക്കുന്നവരോട് സംസാരിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ലെന്ന് നിലപാട്. BJP ഓഫർ വച്ചാൽ മലയോര കർഷകർ പിന്തുണ നൽകുമെന്നും ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കി. കർഷകർക്ക് ഇപ്പോൾ മുന്നോട്ട് നീങ്ങണമെങ്കിൽ ആകെ കൂടിയുള്ള അവരുടെ വരുമാന മാർഗം എന്ന് പറയുന്നത് റബ്ബർ കൃഷിയാണ്. ആ റബ്ബറിനെ ആരാണോ പിന്തുണയ്ക്കുന്നത് അവർക്ക് ഞങ്ങൾ പിന്തുണ നൽകും. BJP ആണെങ്കിൽ BJP, സംസ്ഥാനം ഭരിക്കുന്ന ഇടതുമുന്നണിക്ക് അതിന് സാധിക്കുമെങ്കിൽ ഇടതുമുന്നണിക്കൊപ്പം നിൽക്കാൻ കർഷകർ തയ്യാറാണ്. BJP-ക്ക് MP ഇല്ലാത്ത വിഷമം മാറ്റിത്തരുമെന്ന പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നു. ഒരു രാഷ്ട്രീയ കക്ഷിയോടും അയിത്തമില്ലെന്ന് ആർച്ച് ബിഷപ്പ് വിശദീകരിച്ചെങ്കിലും കോൺഗ്രസ്, കേരള കോൺഗ്രസ് പാർട്ടികളെയും സംസ്ഥാനം ഭരിക്കുന്ന ഇടതുമുന്നണിയെയും ആർച്ച് ബിഷപ്പ് വിമർശിക്കുന്നുണ്ട്. കോൺഗ്രസിനെയും കേരള കോൺഗ്രസിനെയും കൊണ്ട് നേട്ടമില്ലാത്തതുകൊണ്ടാണല്ലോ റബ്ബർ വില 120-ൽ നിൽക്കുന്നതെന്ന് പ്രതികരണം. അവരെ കൊണ്ട് നേട്ടം ഉണ്ടാകുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണല്ലോ റബ്ബറിന്റെ വില 120-ആയി നിൽക്കുന്നത്. താൻ പറഞ്ഞത് സഭയുടെ ഔദ്യോഗിക നിലപാടല്ലെന്നും മലയോര കർഷകരുടെ വികാരമാണെന്നുമാണ് ആർച്ച് ബിഷപ്പിന്റെ വിശദീകരണം. എന്നാൽ കേരളത്തിലെ സഭാ നേതൃത്വങ്ങളെ അടുപ്പിക്കാൻ BJP നേതൃത്വത്തിൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴാണ് കത്തോലിക്ക സഭയിലെ ഒരു ബിഷപ്പ് ഇത്തരം നിലപാടെടുത്തത് എന്നതാണ് ശ്രദ്ധേയം. ന്യൂസ് 18 കണ്ണൂർ. ജോസഫ് പാംപ്ലാനിയുടെ പ്രസ്താവനയെക്കുറിച്ച് തനിക്കറിയില്ലെന്ന് പറഞ്ഞ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ BJP-യുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് കേരളത്തിൽ ഫലപ്രദമാകില്ല എന്ന് പ്രതികരിച്ചു. റബ്ബറിന്റെ വില മാത്രമല്ല പ്രശ്നമെന്നും CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. റബ്ബറിന്റെ വില നിസ്സാര വിഷയമായി ഗോവിന്ദൻ മാഷിന് തോന്നുന്നുവെങ്കിൽ മലയോര കർഷകർക്ക് അങ്ങനെയല്ല എന്നായിരുന്നു ജോസഫ് പാംപ്ലാനിയുടെ പ്രതികരണം. ഈ എഞ്ചിനീയറിംഗിൽ മുഴുവൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഉള്ളത്. ആ എഞ്ചിനീയറിംഗ് ഒന്നും കേരളത്തിൽ ഫലപ്രദമാവില്ല എന്ന് ആൾക്കറിയാത്തത്. ഇവിടെ മതനിരപേക്ഷ ഉള്ളടക്കം തന്നെയാണ് പ്രശ്നം. BJP വർഗീയതയുടെയും അതുപോലെ തന്നെ ഈ രാജ്യം ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കി രൂപപ്പെടുത്തണം എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം. അതിന് റബ്ബറിന്റെ വില മാത്രമല്ല പ്രശ്നം. റബ്ബറിന്റെ വില എന്ന് പറയുന്നത് അതൊരു നിസ്സാര വിഷയമായിട്ട് ഗോവിന്ദൻ മാഷിന് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ മലയോര കർഷകർക്ക് അതൊരു നിസ്സാര വിഷയമായി തോന്നുന്നില്ല. ബിഷപ്പിന്റെ പ്രസ്താവനയോട് പ്രതികരിച്ച് വിവിധ നേതാക്കൾ രംഗത്തെത്തി. ബിഷപ്പിന്റെ പ്രസ്താവന പരിഗണിക്കപ്പെടേണ്ടതാണെന്നും കർഷക പ്രതിനിധികളുമായി ചർച്ച നടത്തുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുമായി ചർച്ച നടന്നിട്ടുണ്ടെന്നും സുരേന്ദ്രൻ പറഞ്ഞു. അതേസമയം റബ്ബർ വിലയിടിവിന് കാരണക്കാരായ കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തണമെന്നാണ് ബിഷപ്പ് പറഞ്ഞതിന്റെ പൊരുളെന്ന് ജോസ് കെ മാണി പറഞ്ഞു. കർഷകരോടുള്ള കേന്ദ്ര നിലപാട് ആർക്കാണ് അറിയാത്തതെന്ന് ചോദിച്ച ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ രാജ്യത്ത് പള്ളികൾ ആക്രമിക്കപ്പെടുകയാണെന്നും പറഞ്ഞു. കുറുക്കൻ കോഴിയെ സംരക്ഷിച്ച ചരിത്രമില്ലെന്ന് ക്രൈസ്തവർക്കറിയാമെന്നായിരുന്നു മന്ത്രി MP രാജേഷിന്റെ പ്രതികരണം. കേന്ദ്ര ഗവൺമെന്റിന് ഇക്കാര്യത്തിൽ എന്തൊക്കെ സഹായങ്ങൾ ചെയ്യാൻ സാധിക്കും? ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന കർഷകർക്ക് അനുകൂലമായിട്ടുള്ള പദ്ധതികൾ ഇനി എങ്ങനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ സാധിക്കുമെന്നുള്ള ഒരു ശരിയായ അന്വേഷണത്തിലേക്കാണ് ഈ പ്രസ്താവന വിരൽ ചൂണ്ടുന്നത്. ഞങ്ങൾ ഈ കാര്യത്തിൽ കർഷകരുമായിട്ടുള്ള എല്ലാ പ്രതിനിധികളുമായിട്ടും ചർച്ച നടത്തി. കേരളത്തിലെ റബ്ബർ കർഷകരുടെ പ്രതിസന്ധിയും അതോടൊപ്പം തന്നെ റബ്ബറിന്റെ വിലയിടിവും ഇതിലെല്ലാം പ്രധാന കാരണം കേന്ദ്രത്തിന്റെ നയങ്ങളാണ്. അപ്പോൾ ആ നയങ്ങൾ തിരുത്തണം. അതാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ കൂടെ ഉദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാജ്യത്ത് ജനാധിപത്യ സ്വാതന്ത്ര്യമില്ല. നിങ്ങൾ കണ്ടല്ലേ ഉത്തർപ്രദേശില് 3 കർഷകരുടെ നേരെ ജീപ്പ് ഓടിച്ചിട്ട് കൊല്ലുന്ന മന്ത്രിയുടെ മോനെ, കേന്ദ്രമന്ത്രിയുടെ മോനല്ലേ കർഷകന്റെ നെഞ്ചത്തിട്ട് കയറിയത്. എത്ര നാൾ മഞ്ഞും ചൂടും കൊണ്ടിട്ട് ആ കർഷകൻ 6 മാസം 8 മാസം കിടന്നിട്ടില്ലേ അവന്റെ സമരത്തിന് ചർച്ച പോലും വിളിച്ചത്. കർഷകരോട് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് എന്താണെന്ന് ആർക്കാണ് അറിയാത്തത്?
RSSും BJPയും ഒക്കെ ഇപ്പോൾ ക്രൈസ്തവ ന്യൂനപക്ഷത്തിൻ്റെ സംരക്ഷകരായിട്ട് രംഗത്ത് വരുമ്പോൾ യഥാർത്ഥത്തിൽ ന്യൂനപക്ഷങ്ങൾക്കറിയാം കുറുക്കൻ ഒരിക്കലും കോഴിയെ സംരക്ഷിച്ച ചരിത്രമില്ല എന്ന്. അത് നന്നായിട്ടറിയാം. വിചാരധാരയാണല്ലോ RSSന്റെയും അമിത്ഷായുടെയും എല്ലാം പ്രാമാണികമായ ഗ്രന്ഥം. തലശ്ശേരി ബിഷപ്പിന്റെ പ്രസ്താവന വൈകാരികമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രദേശത്തെ റബ്ബർ കർഷകരുടെ വികാരമാണ് ബിഷപ്പ് പറഞ്ഞത്. അതിന്റെ പേരിൽ കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കാൻ പാടില്ലെന്നും രാജ്യത്തെ ക്രൈസ്തവ ന്യൂനപക്ഷം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം RSS ഭീഷണിയാണെന്നും സതീശൻ പറഞ്ഞു. ക്രൈസ്തവ ന്യൂനപക്ഷം നമ്മുടെ രാജ്യത്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം സംഘപരിവാർ ിൽപ്പെട്ട സംഘടനകൾ അവർക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങളാണ്. അതെല്ലാം യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ പ്രസ്താവന ഒരു വൈകാരികമായ പ്രസ്താവനയാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് അതിലൊന്നും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. BJPയെ സഹായിക്കുമെന്ന തലശ്ശേരി ബിഷപ്പിന്റെ പ്രസ്താവന ദൗർഭാഗ്യകരമെന്ന് MV ജയരാജൻ. കുടിയേറ്റ ജനത ഈ പ്രസ്താവന തള്ളിക്കളയും. കർഷകദ്രോഹ നയങ്ങളാണ് കേന്ദ്ര സർക്കാർ തുടരുന്നത്. സംഘപരിവാർ നടത്തുന്ന ന്യൂനപക്ഷ വേട്ട കാണാതെ പോകരുത്. കർഷകർക്ക് അനുകൂലമായ നിലപാടാണ് സംസ്ഥാന സർക്കാരിന്റേതെന്നും അദ്ദേഹം പറഞ്ഞു. UDF നേതൃത്വത്തിനെതിരെ വിമർശനവുമായി RSP. മുന്നണി യോഗം ചേരാൻ വൈകുന്നത് ദൗർഭാഗ്യകരമെന്നാണ് RSPയുടെ വിമർശനം. നിയമസഭയിൽ പ്രാതിനിധ്യമുള്ളവരുമായി മാത്രം ചർച്ചകൾ നടത്തിയാൽ പോരെന്നും നേതാക്കൾ തുറന്നടിച്ചു. UDF എന്ന സംവിധാനം കുറെ കൂടെ ഗൗരവത്തിൽ തന്നെ കൂടേണ്ടതുണ്ട്. ഈ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ട്. നിർഭാഗ്യവശാൽ മാസങ്ങളുടെ ഇടവേളയിൽ ഒരിക്കൽ കൂടുന്ന നിലയിലേക്ക് UDF മാറിയത് ദൗർഭാഗ്യകരമാണ് എന്ന് തന്നെയാണ് RSPയുടെ അഭിപ്രായം. UDF ഇത്രയും സങ്കീർണമായ വിഷയങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കുറെ കൂടെ ജാഗ്രതയോടുകൂടി UDF കൂടി കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. അവരെ നിയമസഭ കൂടുമ്പോൾ നിയമസഭാ കക്ഷികൾ എന്നുള്ള നിലയിൽ കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും അവിടെ പിന്നെ കേരള കോൺഗ്രസിൻ്റെ അവർ അവിടെ കൂടുമ്പോൾ ഒരു മുന്നണിയാണെന്ന നിലയിലാണ് അവർ കാണുക. എന്നാൽ UDF എന്ന് പറയുന്നതിൽ നിയമസഭയിൽ പ്രാതിനിധ്യമില്ലാത്ത കക്ഷികളുണ്ട്, ഒന്നിലധികം കക്ഷികളുണ്ട്. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളൊരു പ്രധാന കക്ഷിയാണ്. അതോടൊപ്പം തന്നെ മറ്റു കക്ഷികളുണ്ട്, CMP ഉണ്ട്, ജനതാദളുണ്ട്. ഈ കക്ഷികളായി എല്ലാവരും കൂടി ചേർന്നതാണല്ലോ ഒരു സംഘടന. LDFും UDFും എന്ന് പറഞ്ഞാൽ ആ UDF കൂടിയിട്ട് ഒരു പ്രതികരണം യഥാർത്ഥത്തിൽ ഈ അടുത്ത കാലത്ത് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതാണ് ശക്തമായി ഞങ്ങൾക്ക് പ്രതിഷേധിക്കാനുള്ളത്. ബ്രഹ്മപുരം വിഷയമുണ്ടായി, നിയമസഭയിൽ നിയമസഭാംഗങ്ങളെ തല്ലിച്ചതയ്ക്കുന്ന വിഷയമുണ്ടായി, സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട സ്ഫോടനാത്മകമായിട്ടുള്ള വെളിപ്പെടുത്തലുണ്ടായി. ഇത്തരത്തിലുള്ള സംഭവവികാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ UDF എന്ന നിലയിൽ അടിയന്തരമായി വിളിച്ചു ചേർത്തൊരു ആലോചന നടത്തി ആശയവിനിമയം നടത്തുന്ന കാര്യത്തിൽ ഗുരുതരമായ വീഴ്ചയുണ്ടായിട്ടുണ്ട്. അത് ഞങ്ങളുടെ പരാതിയാണ്, ഞങ്ങളുടെ ഒരു ആക്ഷേപമാണ്. അത് കൂടുതൽ കൂടിയാലോചനകളിലൂടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. വിമർശനത്തിന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് തന്നെ രംഗത്തെത്തി. വിമർശനങ്ങൾ ഉന്നയിക്കേണ്ടത് മാധ്യമങ്ങളോടല്ല, മുന്നണി യോഗത്തിലാണെന്ന് VD സതീശൻ പ്രതികരിച്ചു. അല്ല, എല്ലാ മാസവും UDF യോഗം ചേരുന്നുണ്ട്. അദ്ദേഹത്തിന് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം UDF യോഗത്തിൽ വന്ന് സംസാരിക്കാം. എല്ലാ മാസവും UDF യോഗം ചേരുന്നുണ്ട്. അത് അദ്ദേഹം എവിടെയാണ് ചേരുന്നില്ല എന്ന് എനിക്കറിയില്ല. എല്ലാ മാസവും UDF യോഗം ചേരുന്നുണ്ട്. അല്ല, അതെല്ലാം UDF യോഗത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. പരസ്യമായി UDF എങ്ങനെയാണ് സമരം നടത്തുന്നതെന്ന് മാധ്യമപ്രവർത്തകരുമായിട്ടല്ലല്ലോ അദ്ദേഹവും ചർച്ച ചെയ്യേണ്ടത്, ഞാനും ചർച്ച ചെയ്യേണ്ടത്. അത് UDF യോഗത്തിലാണ്. UDF യോഗത്തിൽ വന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ കൂടി സ്വീകരിച്ചുകൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യും. അല്ല, അതൊക്കെ UDF യോഗത്തിൽ ചർച്ച ചെയ്യും. ഇപ്പം അത് പറയേണ്ട സമയമല്ല, കാരണം സമരങ്ങൾ നടക്കുന്ന സമയമാണ്. നിയമസഭയിൽ പ്രതിഷേധം കനപ്പിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സമരപരിപാടികൾ എങ്ങനെയെന്നത് നാളെ തീരുമാനിക്കും. സഭ നടക്കണമെന്നാണ് ആഗ്രഹമെന്നും സതീശൻ പറഞ്ഞു. സാധ്യതകൾ തുറക്കേണ്ടത് സർക്കാരാണ്. സർക്കാർ അതിൻ്റെ സൂചനകൾ തന്നെങ്കിലും ഇതുവരെ വേറെ യാതൊരു വീഴും. നാളെ അവർ അതിന് അനുകൂലമായി ഞങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്ന വളരെ ന്യായമായ കാര്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ ഞങ്ങൾ എന്താണ് സ്വീകരിക്കേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങളെ ഹനിക്കുന്ന നടപടികളിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തല സ്പീക്കർക്ക് കത്ത് നൽകി. ഒരു സമ്മേളനത്തിൽ തന്നെ പ്രതിപക്ഷത്തിന്റെ 6 അടിയന്തര പ്രമേയങ്ങൾ തള്ളിയത് ചരിത്രത്തിൽ ആദ്യമാണ്. 6 അടിയന്തര പ്രമേയങ്ങളും രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ് തള്ളിയതെന്നും സ്പീക്കർ സർക്കാരിന്റെ വക്താവായി ചുരുങ്ങരുതെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു.
ജമാഅത്തെ ഇസ്ലാമി RSS ചർച്ച നടന്ന അതേ കാലത്ത് തന്നെ മുസ്ലിം ലീഗുമായി ചർച്ച നടന്നുവെന്നും PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതിനിധിയാണ് ചർച്ചയിൽ പങ്കെടുത്തതെന്നും ലീഗിൽ നിന്ന് പുറത്താക്കപ്പെട്ട മുൻ സെക്രട്ടറി KS ഹംസ. ലീഗിനെ LDFിലേക്ക് കൊണ്ടുപോകാനാണ് കുഞ്ഞാലിക്കുട്ടി ശ്രമിക്കുന്നത്. സോളാർ ഐസ്ക്രീം പാർലർ കേസുകളിൽ ഉൾപ്പെടെ തുറന്ന് സംസാരിച്ചതിനാണ് തനിക്കെതിരെ നടപടിയെടുത്തതെന്നും ഹംസ പറഞ്ഞു. മുസ്ലിം ലീഗ് സംസ്ഥാന ഭാരവാഹി തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ ജനറൽ സെക്രട്ടറി KS ഹംസ രംഗത്തു വന്നത്. RSS ലീഗ് ചർച്ച നടന്നെന്നും PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതിനിധിയാണ് അതിൽ പങ്കെടുത്തതെന്നും ഹംസ. ഏത് MLA ആണെന്നുള്ളത് ലീഗ് വ്യക്തമാക്കണം, ഇല്ലെങ്കിൽ അതിന്റെ ശേഷം ഞങ്ങൾക്ക് വ്യക്തമാക്കാൻ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാനിപ്പോൾ പറയില്ല, അത് വേറെ കാര്യത്തിലേക്ക് കൊടുക്കും. കുഞ്ഞാലിക്കുട്ടി അല്ല, അത് കുഞ്ഞാലിക്കുട്ടിയുടെ ആവശ്യം വെച്ച് പ്രതിനിധിയായി പോയ MLA ഉണ്ട്, അവരെന്നെ വ്യക്തമാക്കണം. ചന്ദ്രിക പണമിടപാട് കേസിൽ EDയെ കുഞ്ഞാലിക്കുട്ടി സെറ്റിൽ ചെയ്തു. ലീഗിനെ LDFിലേക്ക് കൊണ്ടുപോകാൻ കുഞ്ഞാലിക്കുട്ടി ശ്രമിക്കുന്നത് AR നഗർ ബാങ്ക് തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടാനാണ്. വിഷയത്തിൽ നിരന്തരം ആരോപണമുന്നയിച്ച KT ജലീലുമായി കുഞ്ഞാലിക്കുട്ടി ഒത്തുതീർപ്പുണ്ടാക്കിയതായും KS ഹംസ ആരോപിച്ചു. സാദിഖ് അലി തങ്ങൾക്ക് പോലും കുഞ്ഞാലിക്കുട്ടി വിധേയപ്പെട്ടിരിക്കുന്ന സ്ഥിതിയാണ്. ഇടക്കാലത്ത് ലീഗിനെ CPMലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള ചർച്ച അങ്ങനെ വ്യാപകമായിരുന്നല്ലോ. അതും ഈ BJPയുമായിട്ടുള്ള RSSുമായിട്ടുള്ള ചർച്ചയും തമ്മിൽ ചില ബന്ധങ്ങളുണ്ട്. CPMന്റെ മതനിരപേക്ഷതയ്ക്ക് കോട്ടം തട്ടും. അങ്ങനെ വന്നാൽ CPMന്റെ പരമ്പരാഗതമായ ഹിന്ദു വോട്ട് ഒരു 15-20% ചോർന്ന് BJPയിലേക്കും കോൺഗ്രസിലേക്കും പോകും. ഇത് നേട്ടം BJPക്കാണ് ഉണ്ടാക്കുന്നത്. ഇത് കണ്ടുകൊണ്ടാണ് ഈ ആസൂത്രണം നടക്കുന്നത്. അവരുമായി അച്ചാരം പറ്റിയിട്ടാണ് ലീഗിനെ CPMലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമത്തിന്റെ യഥാർത്ഥ കാര്യം. സോളാർ കേസിൽ PK കുഞ്ഞാലിക്കുട്ടി ഇടപെട്ടതിന് തെളിവുണ്ടെന്ന് KS ഹംസ ആരോപിച്ചു. സരിതയെ ബഷീർ അലി തങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞുവിട്ടത് കുഞ്ഞാലിക്കുട്ടിയാണെന്ന് സോളാർ കമ്മീഷൻ റിപ്പോർട്ടിലെ 116-ാമത്തെ പേജിലുണ്ടെന്നും KS ഹംസ ആരോപിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. രാജ്യത്തെ സ്ത്രീകൾ ലൈംഗിക അതിക്രമത്തിന് ഇരയാകുന്നുവെന്ന പരാമർശത്തിൽ വിശദാംശങ്ങൾ തേടി ഡൽഹി പോലീസ് രാഹുൽ ഗാന്ധിയുടെ വസതിയിലെത്തി. വിവരങ്ങൾ കൈമാറാമെന്ന് പോലീസിനെ അറിയിച്ച രാഹുൽ സാവകാശം തേടിയതായി പോലീസ് പറഞ്ഞു. ഈ പോലീസ് നടപടി രാഷ്ട്രീയ വിരോധം തീർക്കാനാണെന്ന് കോൺഗ്രസ് വിമർശിച്ചു. വീടിന് പുറത്ത് പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പോലീസ് നടപടി ഏകാധിപത്യ സർക്കാരിന്റെ ഭീരുത്വമാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. മോദി സർക്കാരിന്റെ ശ്രമം ഉറ്റ സുഹൃത്തിനെ രക്ഷിക്കാനാണെന്നും ഖാർഗെ പറഞ്ഞു. इश्यू को डाइवर्ट करने के लिए, अदानी को बचाने के लिए वो इस तरीके के सवाल पूछ रहे हैं और पुलिस को भेजकर वो इश्यू को अलग करना चाहते हैं. हम उनको सवाल पूछते रहेंगे और घेरते रहेंगे और इसके लिए लड़ते रहेंगे. वो राहुल जी को परेशान करना चाहते हैं, लेकिन राहुल जी डरने वाले नहीं हैं और कांग्रेस पार्टी भी डरने वाले नहीं है. അദാനിക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ നരേന്ദ്രമോദിക്ക് വേദനിച്ചതിന്റെ തെളിവാണ് രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ പോലീസ് എത്തിയ സംഭവമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. രാഹുലിനെതിരെയുള്ള നീക്കം കൃത്യമായ അജണ്ടയോടെയാണ്. ഇത് വെള്ളരിക്കാപട്ടണമല്ലെന്നും പേടിപ്പിച്ച് പിന്മാറാൻ നോക്കണ്ടെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഖലിസ്ഥാൻവാദി അമൃത്പാൽ സിംഗിനെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച പഞ്ചാബ് പോലീസ്. അതിനാടകീയമായ രംഗങ്ങൾക്കാണ് നിലവിൽ പഞ്ചാബ് സാക്ഷ്യം വഹിക്കുന്നത്. അമൃത്പാലിനെ പിടികൂടാൻ സംസ്ഥാന വ്യാപകമായ തെരച്ചിൽ നടക്കുന്നു. ഇയാളുമായി ബന്ധമുള്ളവരെയും കൂട്ടാളികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിഷേധങ്ങൾക്ക് തടയിടാനായി പല ജില്ലകളിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പഞ്ചാബിന് പുറമെ അതിർത്തി സംസ്ഥാനമായ ഹിമാചൽ പ്രദേശിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. OTT പ്ലാറ്റ്ഫോമുകളിൽ അശ്ലീലവും അസഭ്യവും വർദ്ധിക്കുന്നതിനെതിരെ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് ഠാക്കൂർ. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ സംസ്കാര ശൂന്യമായ ഇത്തരം പ്രവണതകൾ അനുവദിക്കാനാകില്ലെന്നും അനുരാഗ് ഠാക്കൂർ. ഇതിനായി ചട്ടങ്ങൾ മാറ്റേണ്ടി വന്നാൽ അതിനും കേന്ദ്രം ഒരുക്കമാണ്. OTT പ്ലാറ്റ്ഫോമുകൾക്ക് അനുമതി നൽകിയത് അസഭ്യ പ്രദർശനങ്ങൾക്കല്ല, മറിച്ച് സർഗാത്മകതയ്ക്കാണെന്നും അനുരാഗ് ഠാക്കൂർ പറഞ്ഞു. मुझे लगता है ये हाल ही में बहुत शिकायतें हैं ये जो OTT प्लेटफॉर्म्स की बढ़ी हैं और कुछ अभी तक जो प्रक्रिया इसकी है वो ये है कि पहले लेवल पे प्रोड्यूसर को उन शिकायतों को दूर करना होता है. 90-92% शिकायतें वही अपने बदलाव करके दूर करते हैं. उसके बाद उनकी एसोसिएशन का लेवल पे आता है तो मैक्सिमम वहाँ पे होती है. जब सरकार के लेवल पे आता है इंटर डिपार्टमेंटल कमेटी के ऊपर तो उस पर भी कड़ी कार्रवाई जो भी
नियम के अनुसार वो करने का हम लोग करते हैं। लेकिन ये कहीं ना कहीं शिकायतें पिछले कुछ समय में बढ़नी शुरू हुई और डिपार्टमेंट इसको बड़ा गंभीरता के साथ ले रहा है। हम इसके ऊपर कुछ बदलाव भी करना पड़ेगा तो बड़ी गंभीरता के साथ सोचेंगे, क्योंकि आज़ादी दी थी क्रिएटिविटी के लिए। ആലപ്പുഴയിൽ കൃഷി ഓഫീസർ പ്രതിയായ കള്ളനോട്ട് കേസ് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി പി.വി. രമേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് സംഘം രൂപീകരിച്ചത്. കായംകുളത്ത് നേരത്തെ അറസ്റ്റിലായ കള്ളനോട്ട് സംഘവുമായി ആലപ്പുഴയിൽ പിടിയിലായവർക്ക് ബന്ധമുള്ളതായും കണ്ടെത്തി. നേരത്തെ കായംകുളത്ത് പിടികൂടിയ കള്ളനോട്ടുകളുടെ ബാക്കിയാണ് ജുഷമോൾ വിതരണം ചെയ്തതെന്നും വ്യക്തമായി. കായംകുളത്തെ സംഘവുമായി ബന്ധമുള്ളവർ കഴിഞ്ഞ ദിവസം പാലക്കാട് പിടിച്ചുപറി കേസിൽ പിടിയിലായിരുന്നു. പത്തനംതിട്ട പൂങ്കാവിൽ 4-അംഗ സംഘം പെട്രോൾ പമ്പ് മാനേജരെയും ജീവനക്കാരെയും ആക്രമിച്ചു. ഇന്ധനം നിറയ്ക്കാൻ താമസിച്ചതിലുള്ള തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. തലയ്ക്ക് പരിക്കേറ്റ മാനേജരെയും 2 ജീവനക്കാരെയും പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആക്രമണം തടയാനെത്തിയ നാട്ടുകാരെയും സംഘം ആക്രമിച്ചു. സംഭവത്തിൽ ഒരാളെ പോലീസ് പിടികൂടി. സംഘത്തിലെ മറ്റുള്ളവർ ഓടി രക്ഷപ്പെട്ടു. മുൻപും പ്രദേശത്ത് ആക്രമണം നടത്തിയിട്ടുള്ളവരാണ് പ്രതികളെന്ന് പോലീസ് പറഞ്ഞു. ഇടുക്കി ചിന്നക്കനാലിലെ അരിക്കൊമ്പനെ പിടികൂടാനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. 30 അംഗങ്ങൾ ഉൾപ്പെടുന്ന പ്രത്യേക സംഘമാണ് ദൌത്യത്തിലുള്ളത്. 4 കുങ്കിയാനകളും ദൌത്യത്തിൽ പങ്കാളികളാകും. ചിന്നക്കനാൽ സിമന്റ് പാലത്തിന് സമീപം റേഷൻ കടയ്ക്ക് സമാനമായ സാഹചര്യങ്ങൾ ഒരുക്കി ആനയെ ആകർഷിച്ച് പിടികൂടാനാണ് പദ്ധതി. മുൻപ് അരിക്കൊമ്പൻ തകർത്ത ഒരു വീട്ടിലാണ് താൽക്കാലിക റേഷൻ കട ഒരുക്കുന്നത്. വയനാട്ടിൽ ആനയുടെ ആക്രമണത്തിൽ വൃദ്ധയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റു. ചേകാടി കട്ടകണ്ടി കോളനിയിലെ കാളി രാജേന്ദ്രനെയാണ് ആന ആക്രമിച്ചത്. വീടിന് സമീപം പശുവിന് വെള്ളം കൊടുക്കാൻ പോയ സമയത്തായിരുന്നു ആനയുടെ ആക്രമണമുണ്ടായത്. ഇരുകാലുകൾക്കും ചെവിക്കും സാരമായി പരിക്കേറ്റ കാളിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കൊച്ചിയിലെ പ്രമുഖ ആശുപത്രിയായ മെഡിക്കൽ ട്രസ്റ്റ് സാന്ത്വന പരിചരണ രംഗത്തേക്ക്. കിടപ്പ് രോഗികൾ, വയോധികർ എന്നിവർക്ക് മൂല്യവർദ്ധിതമായ പരിചരണം ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ഹൈബീഡൻ MP മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിന്റെ പാലിയേറ്റീവ് കെയർ ഉദ്ഘാടനം ചെയ്തു. ക്രിട്ടിക്കൽ കെയർ അടക്കം കൊച്ചി നഗരത്തിലെ ഏറ്റവുമധികം വിജയനിരക്കുള്ള ആശുപത്രിയാണ് മെഡിക്കൽ ട്രസ്റ്റ് എന്ന് ഹൈബീഡൻ പറഞ്ഞു. സാധാരണക്കാര് എറണാകുളത്ത് ആശ്രയിക്കുന്ന ഹോസ്പിറ്റൽസിൽ വളരെ പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു സക്സസ് റേറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ എത്തുന്ന രോഗികളുടെ ജീവൻ സംരക്ഷിക്കുന്ന കാര്യത്തിൽ, ട്രോമ കെയർ, ഇമ്മീഡിയറ്റ് ഹെൽപ്പ് കൊടുക്കുന്ന കാര്യത്തിൽ മെഡിക്കൽ ട്രസ്റ്റിന്റെ ഒരു സക്സസ് റേറ്റ് വളരെ വലുതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആശുപത്രിയിലെ മറ്റൊരു വിഭാഗം എന്നതിലപ്പുറം നാടിനോടുള്ള പ്രതിബദ്ധത കൂടിയാണ് പാലിയേറ്റീവ് കെയർ എന്ന് മെഡിക്കൽ ട്രസ്റ്റ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ P.V. ലൂയിസ് പറഞ്ഞു. ഇതൊരു സോഷ്യൽ ഒബ്ലിഗേഷനാണ് മെഡിക്കൽ ട്രസ്റ്റിന്റെ വക. ഇതൊരു കമേഴ്ഷ്യൽ വെഞ്ചർ അല്ല. സത്യം പറഞ്ഞാൽ എന്തോരം പേര് നമ്മുടെ പഴയ പേഷ്യൻസ് ആയിരിക്കും, അവർ വയസ്സായി, അവർക്ക് ക്യാൻസർ വന്ന് അവർക്ക് സഹായം ചെയ്യാനോ അല്ലെങ്കിൽ അവരെ നോക്കാൻ ആളില്ല, അവർ വേദന കൊണ്ട് സഹിക്കുകയാണ്. ഇവർക്ക് മെഡിക്കൽ ട്രസ്റ്റിന്റെ ഒരു സൊസൈറ്റിക്കുള്ള ഒരു സോഷ്യൽ ഒബ്ലിഗേഷനായിട്ട് ഏറ്റെടുത്തേക്കുന്ന ഒരു പ്രൊജക്ട് തന്നെയാണ്. മെഡിക്കൽ ആൻഡ് കൊമേഴ്ഷ്യൽ ഡയറക്ടർ ഡോക്ടർ P.V. തോമസ്, ഫിനാൻസ് ഡയറക്ടർ P.V. സേവ്യർ, ഓങ്കോളജി കൺസൾട്ടന്റ് ഡോക്ടർ വരുൺ രാജൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പാലിയേറ്റീവ് കെയർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ബിജു ഗോപിയുടെ നേതൃത്വത്തിലാണ് സാന്ത്വന പരിചരണ വിഭാഗം പ്രവർത്തിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. ജിയോ ട്രൂ 5G ഇനി തിരുവല്ലയിലും. പത്തനംതിട്ട ജില്ലയിലെ ആദ്യത്തെ ട്രൂ 5G സേവനമാണ് തിരുവല്ല നഗരത്തിൽ യാഥാർത്ഥ്യമാകുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ അനു ജോർജ്, ഡിവൈഎസ്പി ടി രാജപ്പൻ എന്നിവർ ചേർന്ന് ജിയോ ട്രൂ 5G സേവനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തിരുവല്ല ജിയോ സെന്ററിലായിരുന്നു ചടങ്ങ്. തിരുവല്ല വാർഡ് കൌൺസിലർ പ്രദീപ് മാവൻ, ജിയോ സെയിൽസ് ഹെഡ് അഗസ്റ്റിൻ ഫെർണാണ്ടസ്, HR ഹെഡ് രജനീഷ്, ഏരിയ ബിസിനസ് ഹെഡ് ഡാനിയൽ ജോർജ്, ഫിനാൻസ് ഹെഡ് ശരത് നായർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. സ്പോർട്സ് വാർത്ത. വിശാഖപട്ടണം ഏകദിനത്തിൽ ഇന്ത്യയെ 10 വിക്കറ്റിന് തകർത്ത് ഓസ്ട്രേലിയ പരമ്പര നേടി. 118 റൺസ് വിജയലക്ഷ്യം. 11 ഓവറിൽ ഓസീസ് മറികടന്നു. 5 വിക്കറ്റ് വീഴ്ത്തിയ മിച്ചൽ മാർഷാണ് ഇന്ത്യയെ തരിപ്പണമാക്കിയത്. വിശാഖപട്ടണം ഇന്ത്യക്ക് നിരാശയുടെ പട്ടണമായി. സർവാധിപത്യവുമായി കങ്കാരുക്കൾ ഇന്ത്യയെ നാണം കെടുത്തി പരമ്പരയിൽ ഒപ്പമെത്തി. മഴ മാറി നിന്നപ്പോൾ സാഹചര്യം മുതലെടുത്ത് മിച്ചൽ സ്റ്റാർക്ക് ഇരമ്പിക്കയറി. കരിയറിൽ 9ാം തവണ 5 വിക്കറ്റ് നേട്ടവുമായി സ്റ്റാർക്ക് സ്പാർക്കായി. 3 വിക്കറ്റുമായി ഷോൺ ആബർട്ടും ഒപ്പം കൂടിയതോടെ 26 ഓവറിൽ 117 റൺസിൽ ഓൾ ഔട്ടായി ലോക ക്രിക്കറ്റിലെ ഒന്നാമന്മാർ. പൊരുതി നോക്കിയത് 31 റൺസ് എടുത്ത കോഹ്ലിയും 29 റൺസ് എടുത്ത അക്സർ പട്ടേലും മാത്രം. ഇന്ത്യയുടെ എക്കാലത്തെയും കുറഞ്ഞ 4ാമത്തെ ടോട്ടൽ എന്ന നാണക്കേടുമായി ബോളിംഗിനിറങ്ങിയപ്പോഴും ഓസ്ട്രേലിയയുടെ സർവാധിപത്യം.
66 റൺസ് എടുത്ത മിച്ചൽ മാർഷും 51 റൺസ് എടുത്ത ട്രാവിസ് ഹെഡും 11 ഓവറിൽ 20-20 കണക്കെ കളി തീർത്തു. ബുധനാഴ്ച ചെന്നൈയിൽ 3ാം ഏകദിനത്തിനിറങ്ങുമ്പോൾ വിശാഖപട്ടണത്തിലെ ഷോക്ക് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ അലട്ടുമെന്നുറപ്പ്. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. പൂർണ്ണമാകുന്നു 10 വാർത്ത. നമസ്കാരം.